എപ്പോഴും സട്ടിൽ കളേഴ്സൊക്കെ തന്നെ ഇടാതെ ഇടയ്ക്കെങ്കിലും നമ്മൾ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് കുറച്ചൊന്ന് ഒരു ബ്രൈറ്റർ കുറച്ചൊന്ന് ലൗഡായിട്ടുള്ള കൈൻഡ് ഓഫ് കളേഴ്സ് ഇടുമ്പോൾ നമുക്ക് തന്നെ പല കൈൻഡ് എക്സ്പെരിമെൻറ്റേഷനും അതേപോലെ എപ്പോഴും ഒരു സെയിം ഒരു ഫീൽ ബയസായി പോകാതിരിക്കുക അല്ലേ. ഇത് നല്ല ഭംഗിയുള്ളൊരു പാർട്ടി വെയറാണ്. ഇതിനകത്തേക്ക് സട്ടിൽ കളേഴ്സും വന്നിട്ടുണ്ട്, ഇതുപോലത്തെ കൈൻഡ് ഓഫ് കളർ കോമ്പിനേഷൻസും വന്നിട്ടുണ്ട്. ഇത് ചിലപ്പോൾ വീഡിയോ കാണുമ്പോൾ കുറച്ചും കൂടി ഭയങ്കര എടുത്തിരിക്കുന്ന യെല്ലോ ആയിരിക്കും. അത്രയും ഒരു എടുപ്പുള്ളൊരു യെല്ലോ അല്ല, പക്ഷേ വെരി ബ്യൂട്ടിഫുൾ കുറച്ചൊരു ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ ആണ് കേട്ടോ. ഇത് ഫാബ്രിക് വന്നിരിക്കുന്ന ഒരു ഇമ്പോർട്ടഡ് ടെക്സ്ചേർഡ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. ഈ ഫാബ്രിക്കിൽ ആസ് ഇറ്റ് ഈസ് തന്നെ കുറച്ചൊരു കൈൻഡ് ഓഫ് ഒരു എന്തോ പറയുന്ന ഒരു പാർട്ടി വെയർ ഗ്ലിംസ് അടങ്ങിയിട്ടുള്ള കൈൻഡ് ഓഫ് ഒരു ഫാബ്രിക്കാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ബോഡിയിൽ നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, സ്ലീവ്സിലേക്ക് അറ്റാച്ച് ചെയ്യാതെ വന്നേക്കുന്നത്, സ്ലിറ്റഡ് ആണ്. എന്നിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഇതിൻ്റെ ഹൈലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു യോക്ക് പോർഷൻ അതെ കേട്ടോ. വെൽവെറ്റിനകത്ത് ഇതേപോലെ എംബ്രോയിഡറി, അതും നല്ല ഭംഗിയുള്ള ആൻറ്റി ഗോൾഡൻ എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ഒരു പാച്ച് ഈ ഒരു ഷേപ്പിൽ നമ്മൾ അറ്റാച്ച് ചെയ്തേക്കാണ്. സിമിലർ ഒരു പാറ്റേണിലാണ് നമ്മൾ ദുപ്പട്ട എന്ന് പറഞ്ഞാലും സെയിം ഫാബ്രിക്കിൽ വെൽവെറ്റ് ബോർഡേഴ്സ്, 4 സൈഡ്സും ആ ഒരു സെയിം വെൽവെറ്റ് ബോർഡേഴ്സ് ആണ്. ബോട്ടം വന്നിരിക്കുന്ന സെമി പാരൽസ് വിത്ത് ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡ്, ബോട്ടമിലും നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ടയറാണ്. ഇതിൻ്റെ നല്ല ഭംഗിയുള്ള കളേഴ്സ് അവൈലബിൾ ആണ്, ചെക്ക് ചെയ്ത് നോക്കാം. ഇതായിരുന്നു ലാസ്റ്റ് പ്രോഡക്റ്റ്. രാവിലത്തെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ജോർജറ്റിനകത്ത് ടിയർ ഡ്രസ് ആണ്, എംബ്രോയിഡേർഡ് ആയിട്ടുള്ള ഭംഗിയുള്ളൊരു ടിയർ ഡ്രസ്. നമുക്ക് കാഷ്വലായിട്ടൊക്കെ വെയർ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും കൈൻഡ് ഓഫ് പാർട്ടീസ് ഉണ്ട്, ഡ്രസ്സാണ്, നിങ്ങൾക്ക് ഡ്രസ് കോഡെങ്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഒരു വെരി ബ്യൂട്ടിഫുൾ ടിയർ ഡ്രസ് ആയിരുന്നു. അത് കഴിഞ്ഞ് വെൽവെറ്റിനകത്ത് കംപ്ലീറ്റ് വെൽവെറ്റിനകത്ത് വന്നിട്ടുള്ള ഒരു എത്നിക് കുർത്ത സെറ്റ്. ടോപ്പ് ആൻഡ് ബോട്ടം അതും സ്ലിറ്റഡ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഉറപ്പായിട്ടും സമ്മർ ആയതുകൊണ്ട് തന്നെ നമ്മൾ കോട്ടണിനകത്തും കൊണ്ടുവരുന്നു. ഇപ്പോൾ കോട്ടൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എത്നിക് കുർത്ത സെറ്റ്, ഇവർ മിറർ വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള സട്ടിലായിട്ടുള്ള 2 കളേഴ്സിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഫ്ലെക്സ് കോട്ടൺ. അതുപോലെ നമ്മളൊരു എ ലൈൻ്റെ ഒരു ഡ്രസ്സായിട്ടും കുർത്തയായിട്ടും വെയർ ചെയ്യാവുന്ന കഴിഞ്ഞ 2 കളേഴ്സിൽ വന്നിട്ടുള്ളൊരു വെരി ബ്യൂട്ടിഫുൾ അറ്റാറും കൊണ്ടുവന്നിരുന്നു. പിന്നെ ഇത് ഇപ്പോൾ പല ഫാബ്രിക്സ് പല സ്റ്റൈലിലാണ് നമ്മൾ ഡെയിലി പുതിയ അപ്ലോഡ്സ് കൊണ്ടുവരുന്നത്. അപ്പം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഓർഡേഴ്സൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നത് വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പ് ത്രൂ മാത്രമാണ്. നമുക്ക് വാട്സാപ്പ് സെയിൽസ് ഇല്ല. പിന്നെ എല്ലാ ഇൻഫർമേഷനും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഓരോ വീഡിയോ ഇടുമ്പോഴും വീഡിയോ ആണെങ്കിലും കെറൗസലാണെങ്കിലും റീലാണെങ്കിലും എന്താണെങ്കിലും എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇൻക്ലൂഡിങ് പ്രൈസ്, ഡേയ്സ് ഓഫ് ഡിസ്പാച്ച് എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. വായിക്കുക. അതുപോലെ വെബ്സൈറ്റ് ത്രൂ മാത്രമാണ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ, വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പ് ത്രൂ മാത്രമാണ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. ആ 2 പ്ലാറ്റ്ഫോമിലും നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട്, ഫാബ്രിക്കിൻ്റെ ഡീറ്റെയിൽസ്, ഡിസ്പാച്ചിൻ്റെ ഡീറ്റെയിൽസ്, എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് യു ക്യാൻ ടേക്ക് എൻ ഇൻഫോംഡ് ഡിസിഷൻ. പോയി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഡിസിഷൻ എടുക്കുക. നമ്മൾ വേറെ ഒന്നും തന്നെ ക്ലെയിം ചെയ്യുന്നില്ല. ഞാൻ എടുത്തു പറയുന്നുണ്ട്, വീഡിയോസിനകത്ത് എനിക്ക് ഡേയ്സ് പറയാൻ പറ്റാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാക്ടറിയുടെ സ്കെഡ്യൂൾ അനുസരിച്ചിട്ടാണ് ചില പ്രോഡക്ട്സിൻ്റെ ഡേറ്റ് വരിക. അപ്പോൾ ചിലത് നമ്മൾ 2 വർക്കിംഗ് ഡേയ്സിൽ ഡിസ്പാച്ച് ആവുന്നതുണ്ടാവും, ചിലത് നമുക്ക് 10, ചിലത് 15, ചിലത് 7, ചിലത് 30 വർക്കിംഗ് ഡേയ്സിന് ശേഷമായിരിക്കും. ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വെബ്സൈറ്റിലും ഡിസ്ക്രിപ്ഷനിലും ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഓക്കെ ആണെങ്കിൽ മാത്രമേ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുള്ളൂ. ബിക്കോസ് വീഡിയോയ്ക്കകത്ത് എടുത്ത് പറയുമ്പോൾ ചിലപ്പം ഇന്നിപ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോ ചിലപ്പോൾ ലാസ്റ്റ് ഡേ എടുത്തായിരിക്കും, ചിലപ്പോൾ 2 ഡേയ്സിന് മുന്നേ എടുത്തതായിരിക്കും. അതനുസരിച്ച് നമ്മുടെ പ്രൊഡക്ഷൻ സ്കെഡ്യൂൾ മാറും. അതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ആ ഒരു ഡേറ്റ് വരുന്നത്. മനസ്സിലാക്കുക, നമ്മൾ ഓരോ രീതിയിലാണ് അത് കറക്റ്റായിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും പ്രൊവൈഡ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ വീഡിയോസ് കൊണ്ടുവരുന്നത്. വാട്സാപ്പ് സെയിൽസ് ഇല്ല. ഓക്കെ, താങ്ക് യു.